എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തിട്ട് പഴുത്തയായിട്ടുള്ള ഏത്തപ്പഴം ആയിക്കോട്ടെ മറ്റേത് പഴങ്ങളാണെങ്കിലും മിക്ക ആൾക്കാരും എടുത്ത് കളയാറാണ് പതിവുള്ളത് അല്ലേ. അത് വെച്ചിട്ട് നമുക്കൊരു കിടിലം പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഞാനൊരു കുഞ്ഞു ബൗൾ നിറയെ പച്ചരി കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞു ബൗൾ നിറയെ ചോറെടുത്തിട്ടുണ്ട്. ആ സെയിം ബൗൾ നിറയെ തന്നെ നമ്മൾ തേങ്ങ തിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ചിരവ തേങ്ങ അത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് 3 ഏലക്കയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ജീരകം, നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. വെള്ളം നമ്മൾ പച്ചരിക്ക് എടുത്തതിൻ്റെ അത്രയും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രം ഒഴിക്കുമ്പം ഈ ഒരു രീതിയിൽ നിൽക്കണം. അത്രമാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവ്. നമുക്ക് ഇളക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം. എന്നാലും ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചീവി വേണമെങ്കിൽ അങ്ങനെ ഇടും. ഇതിപ്പോൾ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഇതിനെ നല്ല പോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാടങ്ങ് നൂൽപ്പരുവത്തിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിതിന് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശർക്കരയ്ക്കൊന്നും ഞാൻ കൃത്യമായിട്ടൊരു അളവ് പറയുന്നില്ല, കാരണം നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത അത്യാവശ്യം നല്ല പോലെ പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ്. ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ കറുത്ത് പഴുത്തയായിട്ടുള്ള ഏത്തപ്പഴം വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊരു പുതുമയുള്ളൊരു റെസിപ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഈ ഒരു ഏത്തപ്പഴത്തെ നമുക്കിങ്ങനെ 4ആയിട്ട് പുലർത്തിയതിന് ശേഷം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിപ്പം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏത്തപ്പഴത്തിൻ്റെയൊക്കെ അളവുകൾ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ എത്രത്തോളം പലഹാരം ഉണ്ടാക്കുന്നതനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. നല്ല കൊട്ടത്തേങ്ങയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഒരു 5-6 എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലോട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നല്ലപോലെ ചൂടായതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് നെയ്യിൽ വറക്കുന്ന സമയത്ത് നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. അതിനെ ആ ഒരു നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഒരു 5-6 എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അന്നേരം അതിൻ്റെയൊക്കെ അളവ് കുറച്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുക, നല്ലൊരു മണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചുമന്നുള്ളി നെയ്യിൽ വറക്കുമ്പോൾ അതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം, നെയ്യിൽ നിന്ന് തന്നെ. ഇനി നമുക്ക് അവസാനമായിട്ട് വറുത്ത് കോരണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെയ്യിൽ വറുത്ത് കോരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏത്തക്കയാണ്, നല്ലപോലെ പഴുത്തതായിട്ടുള്ള ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് നമ്മൾ ഈ ഒരു നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. വറുത്ത് കോരുമെന്ന് വെച്ചാൽ നെയ്യിലിങ്ങനെ വറന്ന് കോരി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനും വേണ്ടി. അത് ചെറിയ തീയിലിട്ടിട്ട് അതിനെ നല്ല രീതിയിൽ വറുത്ത് കോരാം. അതിനോടൊപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത എള്ളുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് വറുത്തിട്ട് കോരാവുന്നതാണ്. എള്ളും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിലേതെങ്കിലും ചേരുവകൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റാണ്. മെയിനായിട്ടുള്ള ചേരുവ ഏത്തക്കയാണ് കേട്ടോ. അതിനും ഇതെല്ലാം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര പാനിയാക്കി അതേ ചൂടോടുകൂടി തന്നെ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തവി കൊണ്ട് ആ മാവ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം 5 മേലെ വേണമെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് കൈ എടുക്കാണ്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വറുത്ത് കോരി വെച്ചായിട്ടുള്ള ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി വറുത്തതിൻ്റെ പകുതി, തേങ്ങാക്കൊത്തിൻ്റെ പകുതി, അതുപോലെ തന്നെ എള്ളും
നമ്മുടെ ഏത്തക്കയും കൂടെ വറുത്ത് കോരി വെച്ചേക്കുന്നതിൻ്റെ പകുതി. ഇതെല്ലാം നമുക്ക് ഈ ഒരു മാവിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം നല്ല പോലെ മാവിൽ മിക്സ് ചെയ്തെടുക്കണം. മധുരം കറക്റ്റ് ആണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം, മധുരം കറക്റ്റ് അല്ലെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിപ്പോൾ ഒരു കറക്റ്റ് മധുരമാണ്, നല്ല മധുരമല്ല, എന്നാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മധുരമാണ് കേട്ടോ. അന്നേരം ഇതിലേക്ക് നമ്മൾ ലേശം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇത് തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു നുള്ളു ഉപ്പ് ചേർത്തോട്ട് തന്നെ ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആവും. ഇനി നമ്മളൊരു ആ സെയിം അപ്പച്ചട്ടി തന്നെ അടപ്പേ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതുപോലെ കുറച്ച് മാത്രം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു സ്പൂൺ ഒന്നും വേണ്ട കേട്ടോ, 1/2 സ്പൂണിൽ താഴെ അതൊന്ന് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ ഒരു പാത്രം നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ, നമ്മുടെ ആ ഒരു സ്പെഷ്യൽ മാവ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക. അതുകൊണ്ട് ഈ ഒരു മാവിൻ്റെ പരുവമെന്ന് വെച്ചിട്ട് ഇതായിരിക്കണം. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. വലിയ തവി എടുക്കുന്നെങ്കിൽ ഒറ്റ തവി മാത്രം ഒഴിച്ചെടുക്കുക. ഇത് കുഞ്ഞു തവി ആയതുകൊണ്ട് ഒരു 3-4 തവി ഞാൻ ഒഴിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൽ ചെറിയ ഹോൾസ് വരുന്ന സമയത്ത് മാത്രം നമുക്കിതിനെ മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിക്കാം. അത് ആ ഹോൾസ് വരുന്ന സമയത്തിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചായിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ നമ്മുടെ ചുമന്നുള്ളി വറുത്തതും അതുപോലെ ഏത്തയ്ക്ക വറുത്തതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഹോൾസ് വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീയൊന്ന് കുറച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും ചിലവാകുന്ന ഒരു കാര്യമേ അല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. ചെറുതായിട്ട് ആ ഒരു ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മൂടി വെക്കാം. കുറച്ച് സെക്കൻഡിന് ശേഷം ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അതൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. ഇതിൻ്റെ ആ ഒരു മുകൾ വശം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനും വേണ്ടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ദാണ്ട് ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ചൂടോടെ നമുക്ക് മുറിക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ കിട്ടില്ല കേട്ടോ. അതൊന്ന് ആറിന് ശേഷം മുറിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. കാരണം ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ മാവിങ്ങനെ കോരി ഒഴിച്ച് ചെറുതായിട്ട് ഹോൾസ് വരുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിതുപോലെ മുരിയിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കിടിലം പലഹാരമാണ് കേട്ടോ. ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ഇനി കറുത്ത് പഴുത്തയായിട്ടുള്ള ഏത്തപ്പഴമോ അല്ലെങ്കിൽ മറ്റു പഴങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ആ നല്ല ചൂടോടുകൂടി നമ്മളിത് മുറിക്കുമ്പം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും. അതൊന്ന് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമ്മളിത് മുറിക്കുന്ന സമയത്ത് കണ്ടോ ഈ ഒരു രീതിയിൽ കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അല്ലെങ്കിൽ 4 മണിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം പലഹാരം തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒരുപാട് സമയം ചിലവാക്കേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇത് യൂട്യൂബിലെ കാണുന്നെങ്കിൽ ഈ നമ്മുടെ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ ആ ഒരു പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.